രമ്യ ദാസുണ്ട് ചാലിയാറിൽ നിന്ന്. രമ്യ, നമുക്കറിയാം ചാലിയാറിൽ ഇന്നലെയൊക്കെ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയുള്ള തിരച്ചിലായിരുന്നു പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ ഈ മൃതദേഹങ്ങൾ കിട്ടുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ചാലിയാറിലെ തിരച്ചിൽ എന്നുമാണ് കരുതുന്നത്. എങ്ങനെയാണ്, എപ്പോഴാണ് തിരച്ചിൽ ആരംഭിക്കുക? ഇന്നും ഡ്രോൺ സംവിധാനം അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരിക്കുമോ? അത് ഇന്ന് ഡ്രോൺ സംവിധാനങ്ങൾ കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയല്ല നടക്കുക. കൂടുതലായി പുഴ കേന്ദ്രീകരിച്ച് ഇന്നലെ വനത്തിനുള്ളിൽ ഉൾവശങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധനകൾ നടന്നിരുന്നത്. ഇതിൽ നിന്നും ഏകദേശം 28ഓളം മൃതദേഹഭാഗങ്ങളാണ് ഇന്നലെ കണ്ടെത്താനായത്. ഇന്ന് കാട് കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾക്ക് പകരം പുഴ കേന്ദ്രീകരിച്ച്, അതായത് ഇരുട്ടുകുത്തി ഭാഗങ്ങളിൽ നിന്നും താഴ്ഭാഗങ്ങളിലേക്ക് പോത്തുകൽ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഇടങ്ങളിലാണ് ഇന്ന് വാർഡംഗങ്ങളുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, പോലീസ്, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരെ യോജിപ്പിച്ചുകൊണ്ട് പരിശോധനകൾ തുടരുക. അതായത് തീരങ്ങളിൽ കൂടുതലായും മൃതദേഹങ്ങൾ അടിഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. വലിയ തോതിൽ ചാലിയാർ കുത്തൊഴുക്കുണ്ടായപ്പോൾ മണ്ണും അതുപോലെ തന്നെ വൻമരങ്ങളും വന്ന് അടിഞ്ഞിട്ടുണ്ട് തീരങ്ങളിൽ. ഇത്തരത്തിൽ തീരങ്ങളിൽ അടിഞ്ഞിട്ടുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് ഇന്നത്തെ പരിശോധനയിൽ മുന്നോട്ട് വെക്കുന്നത്. കൂടുതലായും മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിയും. അതായത് ഇന്നലെ മുതൽ കാലാവസ്ഥ അനുകൂലമാണ്, മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ ചാലിയാറിലെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ വന്ന് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുമെന്ന ഉദ്ദേശമാണ് ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് വഴിവെക്കുന്നത്. കൂടുതലായും ചാലിയാറിന്റെ, അതായത് ഇരുട്ടുകുത്തി മുതൽ ചാലിയാറിന്റെ പോത്തുകൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ചാലിയാറിന്റെ ഭാഗങ്ങളിൽ 9 വാർഡുകളാണ് ഇത്തരത്തിൽ വരുന്നത്. ഈ 9 വാർഡുകളിലും വാർഡംഗങ്ങളും ജനപ്രതിനിധികളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടന ഉൾപ്പെടുന്ന ആളുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ന് പരിശോധന തുടരും. ആതിര. ശരി, അത്തരത്തിൽ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ 7ാം ദിനമായി ഇന്നും തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതുവരെ അനൌദ്യോഗികമായിട്ടുള്ള മരണക്കണക്ക് 380 ഇതിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 221 പേരാണ് മരിച്ചത് എന്നുള്ളതാണ് റിപ്പോർട്ട്. 200-നടുത്ത ആൾക്കാരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇവർക്കായുള്ള തിരച്ചിലാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. അതേസമയം ചൂരൽമലയ്ക്ക് മുകളിലേക്ക് തിരച്ചിലിനായി പോകുന്നവരുടെ എണ്ണത്തിലടക്കം നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. എണ്ണം കൂടുന്നത് തിരിച്ചടിയാകും എന്നുള്ള വിലയിരുത്തലിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നതൊപ്പം ചാലിയാർ പുഴയിലും ഇന്നും തെരച്ചിൽ തുടരും. ഏകദേശം 8 മണിയോടുകൂടി തെരച്ചിൽ തുടരും പുനരാരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാവുന്നത്.